everyone, Assalamu alaikum. Welcome to my happy hours. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. എല്ലാവരെയും പോലെ തന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതൊരു വീഡിയോ ആക്കി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ യൂട്യൂബ് ചാനൽ ക്രിയേഷൻ ഒരു വാട്സപ്പോ ഫേസ്ബുക്കോ ക്രിയേറ്റ് ചെയ്യണ പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഒരുപാട് പേര് ചാനൽ തുടങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ ഇനി നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു അക്കൗണ്ടാണ്. അതിന് വേണ്ടി നമ്മൾ ക്രോമിൽ പോയി ക്രിയേറ്റ് ന്യൂ ഗൂഗിൾ അക്കൗണ്ട് അടിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ആഡ് അക്കൗണ്ട് നിങ്ങൾ കൊടുക്കാം. ആഡ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണാം ക്രിയേറ്റ് അക്കൗണ്ട്. അതിൽ രണ്ട് ഓപ്ഷൻസ് കാണാം. ഫോർ മൈസെൽഫ്, ടു മാനേജ് മൈ ബിസിനസ്. അതിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായ ടു മാനേജ് മൈ ബിസിനസ് ക്ലിക്ക് ചെയ്യാം. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പേരിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ യൂട്യൂബ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ജെ ആയതുകൊണ്ട് ജെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ അക്കൗണ്ട് നമുക്ക് എടുക്കാം. എൻ്റേത് ഇപ്പോൾ ജിസ്നി അഷ്റഫ്. ഞാനത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ പുതിയ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ യൂട്യൂബ്. ഈ അക്കൗണ്ട് കൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് വീണ്ടും ക്ലിക്ക് ചെയ്തു. അതിൽ നിങ്ങൾക്ക് കാണാം യുവർ ചാനൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു പേജ് വന്നു, യൂസ് യൂട്യൂബ് ആസിൽ നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് കൊടുത്ത നെയിമാണ് മൈ ഹാപ്പി അവേഴ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈ ഹാപ്പി അവേഴ്സ്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് എൻ്റെ പേര് വേണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതിന് താഴെയായിട്ട് എൻ്റെ പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വേണ്ട, ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ ആവാം. ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ നമുക്കൊരു ചാനൽ പേജ് വരും. ഇതാണിപ്പോൾ എൻ്റെ പേജ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് കാരണം ഞാനിപ്പോൾ നേരിട്ട് ഇതിലേക്ക് വന്നെന്നുള്ളൂ. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഈ പ്രൊഫൈൽ ഐക്കണോ ബാക്കിൽ കാണുന്ന പിങ്ക് വാൾപേപ്പർ, അതായത് യൂട്യൂബ് ചാനൽ ആർട്ടോ ഉണ്ടാകില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് നിങ്ങളുടെ പേരും യൂട്യൂബ് ചാനലിൻ്റെ പേരായിട്ടൊരു ചാനൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്കൊരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാക്കാം. നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വാട്സപ്പ് പോലെ തന്നെ നമുക്കവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽ വരും. അതിൽ കൂടെ നമുക്കിഷ്ടമുള്ള ഫോട്ടോ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം യൂസ് ചെയ്യുക. ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ അബൌട്ട് മീ ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ അബൌട്ട് മീ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഓപ്ഷനായ ഗൂഗിൾ അബൌട്ട് മീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ അബൌട്ട് മീ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പേജ് ഞാൻ എൻ്റെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരുന്ന ഇമെയിലിൻ്റെ ആണ്. അപ്പം നമുക്ക് വേണ്ടത് നമ്മളുടെ ചാനലിൻ്റെ അക്കൗണ്ടാണ്. അതിനു വേണ്ടി നിങ്ങളുടെ റൈറ്റ് കോർണറിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ആൽഫബറ്റ് കാണിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് കിട്ടും. നിങ്ങളുടേതായ ന്യൂ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നെയിം, അതിൻ്റെ താഴെ പ്രൊഫൈൽ പിക്ചർ കാണാം. പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള പേജാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി എനിക്കൊരു
പ്രൊഫൈൽ പിക്ചർ ഇട്ടതുകൊണ്ട് എനിക്ക് ചേഞ്ച് ഓപ്ഷനാണ് വരുന്നത്. അല്ലാത്തവർക്ക് അത് ആഡ് പ്രൊഫൈൽ പിക്ചറായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അതിൻ്റെ ചാനൽ ആർട്ട് അഥവാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഈ പേജിൽ തന്നെ, നമ്മൾ അബൌട്ട് മീ പേജിൽ തന്നെ നമ്മൾ നിൽക്കുക. അപ്പോൾ ആ പേജിൻ്റെ റൈറ്റ് കോർണറിൽ ഒരു 3 ഡോട്ട് കാണാം. ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ 3 ഡോട്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജാണ് കിട്ടുക. ഈ പേജ് കിട്ടിയതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിലെ സെർച്ച് ഓപ്ഷൻ അതിൽ പോയിട്ട് നമ്മൾ www.youtube.com ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ചാനലിൻ്റെ പേജ് ആയിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ന്യൂ ചാനലിൻ്റെ പേജാണ് നമുക്കിപ്പോൾ കാണുന്നത്. അത് നമുക്ക് സൂം ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർണറിലായിട്ട് നമ്മളുടെ ഐക്കൺ കാണാൻ പറ്റും. നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം യുവർ ചാനൽ, പെയ്ഡ് മെമ്പർഷിപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ യുവർ ചാനൽ ക്ലിക്ക് ചെയ്യാം. യുവർ ചാനൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം, കണ്ടോ, ഇങ്ങനെയാണ് ആ ചാനൽ ഇരിക്കുന്നത്, പേജ് ഇരിക്കുന്നത്. ആ പേജിൽ നമുക്ക് കാണാം എൻ്റെ നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം കസ്റ്റമൈസ് ചാനൽ. കസ്റ്റമൈസ് ചാനലിൽ ക്ലിക്ക് ചെയ്യാം. കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട്, അതായത് എൻ്റെ ചാനൽ ആർട്ടിൻ്റെ ആ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അതിൻ്റെ കോർണറിൽ നിങ്ങൾക്ക് കാണാം ഒരു എഡിറ്റ് ഓപ്ഷൻ കാണാം, കണ്ടോ, എഡിറ്റ് ചാനൽ ആർട്ട്. എഡിറ്റ് ചാനൽ ആർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ചാനൽ ആർട്ട് എന്ന് പറയുമ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. ആ പേജിൽ നിങ്ങൾക്ക് സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യുവർ ഫോട്ടോസ് ഗാലറി, അങ്ങനെ 3 ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ ആർട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചൂസ് ആൻ ആക്ഷൻ, അത് നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ആർട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ചാനൽ ആർട്ട് നമ്മൾ യൂട്യൂബിന് സെറ്റ് ചെയ്യുക. ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണും ചാനൽ ആർട്ടും ഇതുപോലെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചാനൽ ആർട്ട് എഡിറ്റ് ചെയ്യാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ അതിന് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇത് ചാനലാണ്, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.